ശർക്കര വിപണിയിൽ എക്കാലവും മറയൂർ ശർക്കരയ്ക്ക് മുന്തിയ പരിഗണനയായിരുന്നു. എന്നാൽ ഇത്തവണ മറയൂരിലെ കരിമ്പ് കൃഷി വ്യാപകമായി നശിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ശർക്കര വിപണിയിൽ എക്കാലവും മറയൂർ ശർക്കരക്ക് മുന്തിയ പരിഗണന ലഭിച്ചിരുന്നു. അതിനു കാരണം മറയൂർ ശർക്കര ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന മറയൂരിലെ കരിമ്പുകളുടെ മാധുര്യമായിരുന്നു. ഉപ്പ് കലരാത്ത മാധുര്യമേറിയ മറയൂർ ശർക്കരക്ക് സീസണിൽ ഒരു ചാക്കിന് 3000 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വരൾച്ച രൂക്ഷമായപ്പോൾ കരിമ്പ് കൃഷി വരണ്ട് ഉണങ്ങി. വർഷകാലാരംഭം കർഷകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും വർഷകാലത്തോടൊപ്പം വന്ന വെള്ളീച്ച ശല്യം മൂലം കരിമ്പ് കൃഷി നശിച്ചത് മറയൂർ ശർക്കര ഉൽപ്പാദനത്തെ ബാധിച്ചു. ഒരു ചാക്ക് ശർക്കര ഉൽപ്പാദിപ്പിക്കാൻ പണിക്കാരുടെ കൂലിയും തറവാടകയും ഉൾപ്പെടെ 1500ഓളം രൂപ ചിലവാകും. കരിമ്പ് കൃഷി നശിച്ചു തുടങ്ങിയതോടെ ശർക്കര വിപണിയിലെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കോതമംഗലം, മൂവാറ്റുപുഴ, ആലുവ, കോട്ടയം തുടങ്ങിയ വിപണികളിലേക്കാണ് പ്രധാനമായും മറയൂർ ശർക്കര എത്തുന്നത്. ഇതിനിടയിൽ മറയൂർ ശർക്കര എന്ന പേരിൽ കുറഞ്ഞ വിലയിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വ്യാജ ശർക്കരയും മറയൂർ ശർക്കരക്ക് ഭീഷണിയാകുന്നു.